മുഖം രക്ഷിച്ചോ എന്നാണ് ചോദ്യം BJP വിഷയത്തിൽ. ജിമ്മി, ഈ ഞങ്ങളുടെ നാട്ടിലെ വണ്ടിയുടെ പഞ്ചർ പിന്നീട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ റോഡിൽ വണ്ടികൾക്ക് അള്ളു വയ്ക്കുന്ന ഒരു സൈക്കിൾ മെക്കാനിക് ഉണ്ടായിരുന്നു. എനിക്കിന്ന് ആ സംഭവമാണ് ഓർമ്മ വരുന്നത്. 25-ാം തീയതി കഴിഞ്ഞ മാസം ഇവരെ അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം 3 കോടതിയിൽ പോയി. എന്താണ്, 29-ാം തീയതി ചൊവ്വാഴ്ച ഒരു കോടതിയിൽ പോകുന്നു, 30-ാം തീയതി ബുധനാഴ്ച ഒരു കോടതിയിൽ പോകുന്നു. അപ്പോഴൊന്നും ഈ രക്ഷാകരങ്ങൾ പ്രവർത്തിക്കുന്നതേ ഇല്ല. പഞ്ചറൊട്ടിക്കാനുള്ള സമയമായില്ല. അപ്പോഴെല്ലാം BJP ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ ആലോചിക്കുകയാണ്. ഈ 25-ാം തീയതി കേസ് അറസ്റ്റായി അന്ന് മുതൽ നമ്മൾ ബ്രേക്ക് ചെയ്യാണ് വാർത്ത. അന്ന് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ലൈവാണ്. നമ്മുടെ പ്രതിനിധികൾ അടുത്ത ദിവസം അവിടെ എത്തുകയാണ്. BJP അനങ്ങുന്നില്ല. BJPക്ക് അന്നതൊരു വിഷയമേ ആകുന്നില്ല. ഇത് കയറി ചൊവ്വാഴ്ച കോടതി വരുന്നു, കോടതി തള്ളുന്നു, അതിനുശേഷം സെഷൻസിൽ വരുന്നു. അപ്പോഴേക്കാണ് BJPക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത്. അതുവരെ ഒരു ചെറുവിരൽ പോലും അനക്കാതിരുന്ന BJPയുടെ സംസ്ഥാന നേതൃത്വം വിഷയം കയ്യിൽ നിന്ന് പോകുമെന്ന് മനസ്സിലായപ്പോൾ കത്തോലിക്ക സഭാപിതാക്കന്മാരും ബാക്കിയുള്ള സഭയിലുള്ളവരും റോഡിലിറങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഗൗരവം മനസ്സിലാവുകയും ഇറങ്ങുകയും ചെയ്തത്. ആദ്യം ശിക്ഷിക്കുക, അതിനുശേഷം രക്ഷിക്കുക എന്നൊരു തന്ത്രം വളരെ നൈസായിട്ട് അങ്ങ് പയറ്റുകയായിരുന്നു കോടതിയിൽ. ഇന്നലെ മുഴുവൻ നമ്മൾ തർക്കിച്ചത് ശരിക്കും കോടതിയിൽ BJPക്ക് വേണ്ടി പ്രോസിക്യൂഷൻ അനുകൂലമായ നിലപാടെടുത്തോ ഇല്ലയോ എന്നുള്ളതാണ്. ഇന്നത്തെ കോടതി ഉത്തരവിൽ അനുകൂലമായൊരു കാര്യം പറയുന്നുമുണ്ട് കേട്ടോ. നമുക്ക് ഒഴിവാക്കി വിട്ടുകൂടാ. അതായത് പോലീസ് കസ്റ്റഡി വേണമോ എന്ന കാര്യത്തിൽ അവരാവശ്യപ്പെട്ടില്ല എന്നുള്ളതും ജാമ്യം കിട്ടാനൊരു ഘടകമാണെന്ന് കോടതി പരാമർശമുണ്ട്. പക്ഷേ ഇതിനൊരു തിരിച്ചൊരു യുക്തിയുണ്ട്. ഈ കേസ് 29-ാം തീയതി കോടതിയിൽ വരുമ്പോഴും, ആദ്യത്തെ കോടതിയിൽ വരുമ്പോഴും, 30-ാം തീയതി സെഷൻസിൽ വരുമ്പോഴും ഇതുപോലെ തന്നെ പോലീസിൻ്റെ നിലപാട് ഞങ്ങൾക്ക് കസ്റ്റഡി വേണ്ടെന്നായിരുന്നു. അപ്പോൾ അതൊരു ഗ്രൗണ്ടല്ലേ? ആ ഗ്രൗണ്ടാണെങ്കിൽ അന്നേ ജാമ്യം കിട്ടണമല്ലോ. ജാമ്യം കിട്ടിയത് ഈ കോടതിയിൽ നിന്ന് വിശദമായി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് എന്തൊക്കെ എത്തി. ഇതിനിടയ്ക്ക് കോടതിയിൽ പെൺകുട്ടികളുടെ മൊഴി വന്നു. അത് 29-ാം തീയതി എത്തിയിട്ടില്ല. പെൺകുട്ടികളുടെ മൊഴി വന്നു, പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ മൊഴി വന്നു. ഹാബിച്വൽ ഒഫൻഡേഴ്സ് അല്ല എന്നുള്ളതും ഇവർ FIRൽ ഇവർ കുറ്റം ചെയ്യുന്നതായി സംശയിക്കുന്നതേ ഉള്ളൂ എന്ന് കോടതിക്കും ബോധ്യപ്പെട്ടു. ഈ കോടതിക്ക് അങ്ങനെയാണ് ജാമ്യം കിട്ടുന്നതെന്നാണ് ഒരു സാധാരണ പൗരൻ നിലയിൽ, കോടതി വ്യവഹാരങ്ങളെ വിശ്വസിക്കുന്ന ആളെന്ന നിലയിൽ ഞാൻ കരുതുക. പക്ഷേ ഇന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാചകമുണ്ട്, ശ്രദ്ധിച്ചോ. ഈ ബഹളം ഉണ്ടായില്ലായിരുന്നെങ്കിൽ 3 ദിവസം മുമ്പേ ജാമ്യം കിട്ടിയേനെ. അത് നമ്മൾ ബഹളം വെച്ചില്ലായിരുന്നെങ്കിൽ ബുധനാഴ്ച 30-ാം തീയതി സെഷൻസ് കോടതി ജാമ്യം കൊടുത്തേനെ. അപ്പോൾ ഈ കോടതി മെറിറ്റ് നോക്കിയൊന്നും അല്ലേ പോകുന്നത്. നിങ്ങൾ തീരുമാനിക്കും, നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കും, അതനുസരിച്ച് ജാമ്യം കിട്ടും. നിങ്ങൾ ബഹളം വെച്ചതുകൊണ്ട് ഞങ്ങൾക്ക് 30-ാം തീയതി ആ ഓപ്പറേഷൻ നടന്നില്ല, അതല്ലേ രാജീവ് ചന്ദ്രശേഖർ ഉന്നയിച്ചത്? വ്യംഗ്യമായി അതല്ലേ പറഞ്ഞത്? നിങ്ങൾ ബഹളം വെച്ചില്ലായിരുന്നെങ്കിൽ 30-ാം തീയതി 3 ദിവസം മുമ്പേ ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞാൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്, അതിൻ്റെ അർത്ഥം എന്താണ്? കോടതി നിങ്ങളുടെ പോക്കറ്റിലാണോ? അതുകൊണ്ടാണോ, ആ ധൈര്യത്തിലാണോ ഇന്നലെ മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് ജാമ്യം കിട്ടുമെന്ന്? ഞങ്ങൾ സാഹചര്യ തെളിവുകൾ ആലോചിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് നിങ്ങൾ ബഹളം വെച്ചില്ലായിരുന്നെങ്കിൽ മുമ്പേ ജാമ്യം കിട്ടിയതെന്ന് പറഞ്ഞതോടുകൂടി ഞാൻ സംശയിക്കുന്നു ഛത്തീസ്ഗഡിലെ നിയമ നടപടികളിലും നിങ്ങൾ കൈകടത്തുകയാണോ? അങ്ങനെയാണെങ്കിൽ നാളെ കാര്യങ്ങൾ അനുകൂലമായില്ലെങ്കിൽ, BJP പറയുന്നത് പോലെ കേരളത്തിലെ കത്തോലിക്കർ സംസാരിച്ചില്ലെങ്കിൽ, ഇതേ ക്രിസ്ത്യാനികൾക്ക്, ഇതേ കന്യാസ്ത്രീകൾക്കെതിരായ കേസ് നിങ്ങൾ വീണ്ടും മുറുക്കുമോ? NIA വരെ കൊണ്ട് എത്തിച്ചതിന് ശേഷമാണല്ലോ ജാമ്യം കൊടുത്തിരിക്കുന്നത്. NIA കേസ് എന്താണെന്നും NIA കേസ് എവിടം വരെ പോകാമെന്നുള്ളതും നല്ലപോലെ അറിയാവുന്നവരാണ് മലയാളികളും ഇന്ത്യക്കാരും. അപ്പോൾ നിങ്ങൾ കുരുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കി വെച്ചിട്ടേ ഉള്ളൂ എന്ന് വേണമോ മനസ്സിലാക്കാൻ? വേണ്ടി വന്നാൽ മുറുക്കുമോ? അതാണല്ലോ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ കോടതികളിലെ വ്യവഹാരങ്ങളെക്കുറിച്ച് ഇത്ര കോൺഫിഡൻസോടെ പറയുമ്പോൾ അത് സംശയമാണ്. കോടതിയെക്കുറിച്ച് ഞങ്ങളല്ല പറഞ്ഞത്, താങ്കളാണ് പറഞ്ഞത്. ഇനി മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇന്ന് കോടതിക്ക് മുന്നിൽ നടന്ന സംഭവ വികാസങ്ങൾ, ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടി നടന്ന നാണം കെട്ട അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അടികൾ, അതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക? എല്ലാവരും ശ്രമിച്ചു എന്നുള്ളത് സഭാപിതാക്കന്മാരെല്ലാവരും പറഞ്ഞു. ഇന്ന് വൈകുന്നേരം കത്തോലിക്ക സഭയുടെ ഭാഗത്തു നിന്നെല്ലാം BJPയുടെ പേരാണ് ആദ്യം പറഞ്ഞൊന്നൊരു ഓർക്കണം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ക്രെഡിറ്റൊക്കെ ഇവിടെ കത്തോലിക്ക സഭയുമൊക്കെ തരുന്നുണ്ടെന്നേ. പക്ഷേ കാണിച്ച നാടകം വളരെ മോശമായിപ്പോയി. 2 നാടകമുണ്ട്. ഈ ചില പൊതുചടങ്ങുകളിൽ ഉദ്ഘാടനം നടക്കുമ്പോൾ, ഉദ്ഘാടന ചടങ്ങാണല്ലോ ക്രൂഷ്യൽ, ആ സമയമാകുമ്പോൾ തീപ്പെട്ടി കാണില്ല, അല്ലെങ്കിൽ തിരി കാണില്ല. അപ്പോൾ പെട്ടെന്ന് ഒരു കക്ഷി ഇത് റെഡിയാക്കി വയ്ക്കുന്ന ഒരാളുണ്ടാവും. അയാളെ പെട്ടെന്ന് തിരിയും തീപ്പെട്ടിയിട്ട് ഓടി വന്നിട്ട് ഇത് കത്തിക്കും. അപ്പോൾ എങ്ങനെയാണ് ഫോട്ടോ വരുമ്പോൾ അങ്ങേരുടെ പടം വരും. ഇതൊരു പരിപാടിയാണ്. പല പൊതുചടങ്ങുകളിലും തിരിയും തീപ്പെട്ടിയും തയ്യാറാക്കി വെക്കുകയും ഉദ്ഘാടനത്തിന് സമയമാകുമ്പോൾ പെട്ടെന്ന് ഇടിച്ചു കയറി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി തിരിയുമായി വരികയും ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്.
അത് പലയിടത്തുമുണ്ട്, പല രാഷ്ട്രീയക്കാരും ഇത് ചെയ്തായുള്ള കഥകളുമുണ്ട്. ഇന്ന് റോജിയം ജോണിനെ തള്ളി മാറ്റി, റോജിയം ജോണിനെ കെട്ടിപ്പിടിച്ച് ഇതെൻ്റെ സഹോദരനാണെന്ന് പറഞ്ഞ മാധ്യമങ്ങൾ റോജിയോട് ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറഞ്ഞ അനൂപ് ആൻ്റണി, അദ്ദേഹം എന്തിനങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയില്ല. ഇനി മനഃപൂർവ്വം അല്ലാതിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ തിരിയും തീപ്പെട്ടിയുമായി വിളക്കിനടുത്തേക്ക് ഉദ്ഘാടന ചടങ്ങിൽ ഓടിക്കയറുന്ന ഒരാളെ പോലെയാണ്, ഒരു ഔട്ട്സൈഡറെ പോലെയാണ് ഇന്ന് അദ്ദേഹം പെരുമാറിയത്. ഒരു സിനിമ കഥ കൂടി പറയാം. സന്ദേശം സിനിമയിലെ ഞങ്ങളുടെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വിട്ടുതരിക എന്ന് പറഞ്ഞ് ബഹളം നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഓർമ്മയുണ്ടല്ലോ. ഒരാൾ മരിച്ചു പോകുന്നു, അയാളെ മോർച്ചറിയിലാണ്, അവിടെ നിന്ന് ഞങ്ങളുടെ പതാക രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണ് ഇന്ന് വന്ന് ഷോൾ ഇട്ടത്. ആയിരുന്നു ഷോൾ. ഒരു 5 ദിവസം മുമ്പ് ഒരു ഷോൾ കിട്ടിയായിരുന്നു, ഓർമ്മയുണ്ടോ? അത് രാഷ്ട്രീയ പാർട്ടിയുടെ ആ ഷോളിട്ട് തീർന്നതിന് ശേഷമാണ് അപ്പൊ തന്നെ കോടതി നേരെ സെഷൻസിലേക്ക് വിട്ടത്. അവിടെ നിന്നാണ് നേരെ അടുത്ത ഷോൾ കിട്ടിയ ശേഷമാണ് ആ സെഷൻസിൽ നേരെ എന്നയിലേക്ക് പോയത്. എന്നിട്ട് ഈ ഷോളിന്റെ കാര്യം പറഞ്ഞു, ബാക്കി പറഞ്ഞില്ല. കേട്ടോ അല്ല, ഷോളല്ല, വെയിറ്റ് കേട്ടോളൂ. ഈ മാമുക്കോയാണെന്ന് തോന്നുന്നു ഫോൺ പറഞ്ഞു, മന്ത്രിയോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പതാക പൊതിച്ചിട്ടേ ബോഡി വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കറക്റ്റായിട്ട് ബോഡി വരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇന്ന് 3:25 3:40 നമുക്ക് എപ്പോഴാണ് ഈ കന്യാസ്ത്രീമാർ പുറത്തിറങ്ങുന്നതെന്ന് അറിയില്ല. പെട്ടെന്ന് രാജു ചന്ദ്രശേഖരൻ്റെ വണ്ടി വരുന്നു. രാജു ചന്ദ്രശേഖരൻ്റെ വണ്ടിയിൽ മദർ സുപ്പീരിയറുണ്ട്. ഇവർ രണ്ടുപേരും അകത്തേക്ക് കയറി പോകുന്നു. അപ്പോഴേക്കാണ് ഇത് വരുന്നു, ഇപ്പോഴാണ് ജാമ്യം കിട്ടുന്നതെന്ന് എല്ലാവരും അറിയുന്നത്. 4 വശത്തു നിന്നും മീഡിയക്കാരെല്ലാവരും ഓടിക്കിതക്കുകയാണ്. കോൺഗ്രസ്സുകാർക്ക് സമയത്തെത്താൻ പറ്റിയില്ല, CPM-കാർ അതിലും വൈകിപ്പോയി. കൃത്യമായി അകത്ത് പോകുന്നു, വണ്ടി കുറുകെ ഇടുന്നു, ബെയിൽ വാങ്ങിച്ച് രേഖകൾ ഹാജരാക്കി കന്യാസ്ത്രീമാർ പുറത്തേക്ക് ഇറങ്ങുന്നു. ഇതേ വണ്ടി കുറുകയാണേ, ഇതേ വണ്ടിയിൽ രാജു ചന്ദ്രശേഖർ കന്യാസ്ത്രീമാരെയും മദർ സുപ്പീരിയറും കയറ്റി മഠത്തിലേക്ക് പോകുന്നു. ഇതാണ് കണ്ടത്. ഈ ഞങ്ങളുടെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വിട്ടുതരിക എന്ന സന്ദേശത്തിലെ മുദ്രാവാക്യമാണ് എനിക്ക് ഓർമ്മ വന്നത്. വളരെ മോശമായ 2 രാഷ്ട്രീയ പ്രകടനം, ഞാൻ പറഞ്ഞു കഴിയട്ടെ, വളരെ മോശമായ 2 രാഷ്ട്രീയ പ്രകടനങ്ങളാണ്, നാടകമാണ് ഇന്ന് ജയിലിന് മുമ്പിൽ നടന്നത്. മോശമായി പോയി. നിങ്ങൾ മനഃപൂർവ്വം ചെയ്താലും ഇനിയിപ്പോൾ ക്രെഡിറ്റ് എന്തായാലും പോയി, ഇങ്ങനെയെങ്കിലും കുറച്ച് കിട്ടട്ടെ എന്നിവർ ചെയ്തതാണെങ്കിലും വളരെ മോശമായി പോയി. പക്ഷേ ഇത് തോൽപ്പിച്ചുകൊണ്ട് ഛത്തീസ്ഗഡിലെ BJPക്ക് വേറെ പ്രശ്നമായതുകൊണ്ട്, അതുകൊണ്ടാണ് ഇന്ന് രാവിലെ മനുഷ്യരെ മോഷ്ടിക്കുന്നവർ എന്ന് പറഞ്ഞ് കന്യാസ്ത്രീമാരുടെ പടവും വെച്ച് അതിൻ്റെ താഴെ കാല് പിടിച്ച് കിടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചിട്ട് ട്വീറ്റ് ചെയ്തത്. 1 മണിക്കൂറേ ട്വീറ്റ് ഉണ്ടായുള്ളൂ. അപ്പം തന്നെ മോളിൽ നിന്ന് വരട്ടെ വന്നു, പിൻവലിച്ചു. പക്ഷേ നാടകം ഇടയ്ക്കിടയ്ക്ക് പാളുകയാണ്. TV-യുടെ മുമ്പിൽ കാണിക്കുന്ന നാടകങ്ങൾ നാട്ടുകാർക്ക് മനസ്സിലാവുകയാണ്. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാവരെയും നിന്ന് പരസ്യമായി തെറി വിളിക്കുകയാണ്. ഇന്ന് 7 മണിക്ക് നമ്മുടെ ഷോയിൽ കാണിച്ച പ്രകടനം കണ്ടല്ലോ. ചോദ്യത്തിന് ഉത്തരമില്ല. എന്തുകൊണ്ടാണ് ഛത്തീസ്ഗഡിലെ BJP നിങ്ങൾക്ക് ഇങ്ങനൊരു ട്വീറ്റ് ചെയ്തത്, ഇങ്ങനൊരു പടം ഇറക്കി വെച്ചാൽ അതിന് മറുപടിയില്ല. ഇനി മുഖം രക്ഷിക്കാനുള്ള മറ്റൊരവസരം കൂടി വേറൊരു കൂട്ടർ കൂടി വരുന്നതുകൊണ്ട് അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്കാണ് ഇതൊരു കണ്ണു തുറക്കുന്ന മുഹൂർത്തമാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മുഴുവൻ എങ്ങനെയാണ് ക്രിസ്ത്യാനികളെയും പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നവരെയും പാവപ്പെട്ടവർക്കിടയിൽ പ്രവർത്തിക്കുന്ന മിഷണറിമാരെയും ട്രീറ്റ് ചെയ്തത്, എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് വന്നു. ഇതൊരവസരമാണ്. കേരളത്തിലും മാത്രമല്ല, ഇന്ത്യയിൽ മുഴുവനുള്ള 12 സംസ്ഥാനങ്ങൾ പാസ്സാക്കിയ മതപരിവർത്തന നിയമത്തെക്കുറിച്ച് കത്തോലിക്കരല്ലാത്തവരുമായ പരിവർത്തിത ക്രിസ്ത്യാനികളെ എങ്ങനെയാണ് നിയമം മൂലം അമർച്ച ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരുപാട് കഥകൾ ഇപ്പോൾ വെളിവന്നു. രാജസ്ഥാനിലെ വാർത്ത നമ്മൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തത്, ഒരു പുരോഹിതൻ ഒളിവില, കേരളത്തിലുണ്ടയാൾ. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു അവസരം കൂടിയാണ്. കത്തോലിക്കർ ഈ കാര്യങ്ങളിൽ ഇടപെടുന്നില്ല, കത്തോലിക്ക സഭാ നേതൃത്വം ഇടപെടുന്നില്ല എന്നൊരു വലിയ പരാതിയുണ്ട്. അത് പരിഹരിക്കാനുള്ള അവസരം കൂടിയാണ്. BJP സർക്കാരിനോട് നട്ടെല്ല് നിവർത്തി നിന്ന് ഇതുകൂടെ പരിഹരിച്ചിട്ട്, ക്രിസ്ത്യാനികളുടെ കാര്യം, കത്തോലിക്കരായ കന്യാസ്ത്രീകളുടെ കാര്യം മാത്രമല്ല, കേസ് റദ്ദാക്കില്ല നമുക്കറിയാം, ഇനി നമുക്ക് നോക്കാം. പക്ഷേ അതുകൂടെ ചർച്ച ചെയ്യണം എന്ന് പറയാനുള്ള ഒരവസരം കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ കത്തോലിക്ക സഭയ്ക്കും മുഖം രക്ഷിക്കാനാവും. BJPയുടെ മുഖം അത് കൂടുതൽ വികൃതമായതേ ഉള്ളൂ, പ്രത്യേകിച്ച് ഇന്നത്തെ കോടതിക്ക് മുന്നിലെ നാടകങ്ങളിലൂടെ. Meet the editors.